അൺവാണ്ടഡ്ലി ഒരു സ്ട്രിക്ട്നെസ് നമ്മുടെ തലയിൽ ഇങ്ങനെ കൊണ്ടുവരുവാണോ എന്ന് എനിക്ക് ഡൗട്ട് കേട്ടോ. തായ്ലാൻഡ് സ്പെഷ്യൽ വളകളാണ് ഇതുണ്ടോ, നല്ല കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടുമ്പോ പുറത്തു പോയി കഴിഞ്ഞാ എവിടെയാ എവിടെയാ വീട്ടിൽ വരാറായില്ലേന്ന്. മമ്മിക്ക് എന്നെ മിസ് ചെയ്തോ? ചുമ്മാ മമ്മി ടൂർ പോയതായിരുന്നു കേട്ടോ തായ്ലാൻഡിന്, അല്ലേ മമ്മി? എങ്ങനെ ഉണ്ടായിരുന്നു ടൂറ്? എത്ര ദിവസം ഉണ്ടായിരുന്നു? 5 ദിവസത്തെ ടൂർ കഴിഞ്ഞിട്ട് മമ്മി വന്നേ ഉള്ളൂ കേട്ടോ. എനിക്കും കുഞ്ഞാവിക്കും കുറെ സാധനമൊക്കെ ആയിട്ടാ വന്നേക്കുന്നത് മമ്മി. ഇതെന്നാ മമ്മി? തായ്ലൻഡിലെ സ്പെഷ്യൽ സാധനങ്ങളാണ് കേട്ടോ ഇത് മൊത്തം. തുറന്നു നോക്കാം എന്നൊക്കെയാന്നേ. മമ്മി അവിടുന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കളക്ഷൻസ് ആണല്ലോ മമ്മി. ഇത് കുഞ്ഞാവിക്ക് ജെന്നി ബേബിക്കാണല്ലോ. ഇതെന്താ ഇത്? ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ആ ബലൂൺ. ഇതെന്നെ ബലൂൺ ഫിറ്റ് ടോപ്പാന്ന് തോന്നുന്നു, മറ്റേ ബലൂൺ പോലെ എടുക്കുന്നത്. പിന്നെ ഒരു നിക്കർ അല്ലേ, പാന്റാണോ മമ്മി? മമ്മി നിക്കറിന് എതിരാണ്, അതുകൊണ്ട് നിക്കർ പോലത്തെ പാന്റാണ് ഇത്. കണ്ടോ, നല്ല നല്ല. എനിക്ക് ഇങ്ങനത്തെ മാക്സിമം ഡ്രസ്സിന്റെ കട്ടി കുറയുവാണെങ്കിൽ ഇവിടെ ഇടാൻ പറ്റും, അത്രയും ചൂടായിപ്പോ. ഇത് മമ്മി എനിക്ക് മൊത്തം കവർ ചെയ്തുള്ള ഡ്രസ്സാണ്, അടക്കൊതുക്കുള്ള ഡ്രസ്സാണ് അല്ലേ? നല്ല. ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഇടണോ അല്ലേ? ഷ്രഗ് പോലത്തെ അല്ലേ, ഹോൾസ് ഉള്ളത്, അപ്പൊ കാറ്റൊക്കെ കയറും. മമ്മി അവിടെ ചെന്നിട്ട് മമ്മിക്ക് എന്നാ തോന്നി മമ്മി? പെണ്ണുങ്ങളൊക്കെ കണ്ടിട്ട് നല്ല അടക്കമൊക്കെ അവിടെ ഉള്ളവർക്ക്. നല്ല അടക്കമൊക്കെയാണ്, ഒക്കെ നല്ല ഭയങ്കര തടിച്ച പെണ്ണുങ്ങളാ. ആണോ? തലതെറിച്ചങ്ങളാണല്ലോ, കൊടുക്കാണ്ടല്ലായിരുന്നു ഓർമ്മ തോന്നിയതാ. ഭയങ്കര തടിയുള്ള പെണ്ണുങ്ങളൊക്കെ കേട്ടോ. എന്നിട്ടോ അവർക്ക് അങ്ങനെ ഒരു ഇത്ര ഇറക്കമുള്ള നിക്കറും ഒക്കെ ഇട്ട് കാലും എല്ലാം കാണിച്ച്. ഇവിടെയാണെങ്കിൽ മുകളിലേക്ക് ഇട്ടതൊക്കെ മുകളിലേക്കുള്ളതും ഫ്രണ്ട് മുഴുവൻ അറിയാം. വെള്ളക്കൊന്നുമില്ല, മുകളിലേക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, മുകളിലിട്ടേക്കണത് കണ്ടാലും എല്ലാം കാണാം. അപ്പനെയാണോ? അപ്പനെ അങ്ങനെയല്ല വേണ്ടേ? എന്തായിരുന്നു ഡയലോഗ്? എനിക്ക് മനസ്സിൽ വന്നതാണ്. അതല്ല ഞാൻ പറയാൻ വന്നേ. ആരോ കുറെ പെണ്ണുങ്ങളൊക്കെ അപ്പനെ പിടിച്ചോണ്ട് പോകാൻ നോക്കിന്നാ പറയണ കേട്ടോ അല്ലേ മമ്മി? മമ്മി ഒരെണ്ണം കൊടുത്താണ്. ആർക്കാടി ഇതിനെ വേണ്ടത്? കുറങ്ങി അടിച്ച് ഒരെണ്ണം. എന്താ അങ്ങനെ പോയാ പോട്ടെ നോക്കല്ലേ മീ? അല്ല പിന്നെ ഇനി അടുത്ത തന്നെ അമ്മ ഉണ്ടോവേ? ഇത് അവിടുത്തെ സ്പെഷ്യൽ എന്താ? എനിക്കിത് കാണുമ്പോ ചൈനക്കാരുടെ വള പോലെ നല്ല രസമല്ലേ? നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വീഡിയോ ഒക്കെ പിടിച്ചോട്ടെ. എനിക്കൊന്നുമില്ല, ഞാൻ തിരിച്ചു വിട്ടാണ്. അണിഞ്ഞൊരുങ്ങുമ്പോ സാരിയെ കൊടുത്ത് വളയൊക്കെ ഇട്ടിന് ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ ഡെയിലി യൂസിനൊന്നും അങ്ങനെ ഇടില്ലല്ലോ. ഇത് പിന്നെ മമ്മി ഏതാണ്ട് സ്പെഷ്യൽ ടൈപ്പ് വളകളെ കൊണ്ടുവന്നുണ്ട്. 3 എനിക്കാണോ മമ്മി? 3 പറഞ്ഞാൽ അത് 3 കൂടെ ഒന്നിച്ചായിരുന്നു. ആണോ? അത് കൊള്ളാലോ കേട്ടോ. തായ്ലാൻഡ് സ്പെഷ്യൽ വളകളാണ് ഇതുണ്ടോ. മമ്മി ഇതൊക്കെ ഇത്രയും ഗിഫ്റ്റുകളൊക്കെ ആയിട്ടോ എനിക്ക് കൊണ്ടുവന്നത് കേട്ടോ, അല്ലെ ഞാൻ മമ്മീനെ അങ്ങോട്ട് തിരിച്ചു വിട്ടാനെ. മമ്മിക്ക് ആ പേടിയുണ്ട്. ഇല്ല 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 അതൊന്നുമില്ല. മമ്മി എന്നെ കൂടാതെ ടൂറും പോയി എന്നിട്ട് അതിന്റെ കൂടെ ഇനി ടൂർ പോകുന്നൊന്നും മേടിക്കല, ഭയങ്കര പൈസയാ. അങ്ങനെയാണെങ്കിൽ പോകും വേണ്ട, ഒരു തരത്തിൽ പോകാനുള്ള പൈസ ഉണ്ടാക്കിയിട്ട് പോണതാ. എന്നിട്ട് അവിടെ ചെന്ന് ഷോപ്പിംഗ് നമുക്ക് മുതലാവില്ല. അവിടെ എങ്ങനെയാ പൈസ? ഇവിടുത്തെ ഇരട്ടി പൈസ. 2 രൂപ 69 പൈസയോ അങ്ങനെ എങ്ങാണ്ടാ. അപ്പൊ ഇവിടെ 1000 രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനം അവിടെ ചെല്ലുമ്പോ 2000 രൂപ വേണം. 2000 പോരല്ലോ, 2000 3000 അടുത്തൊക്കെ വരും. ചുമ്മാ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അതിന് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആരും പോകണ്ട കേട്ടോ. ഷോപ്പിംഗ് നടത്താൻ മാത്രമുള്ളതൊന്നും ഇല്ലെന്നേ. ആണോ? ഷോപ്പിങ്ങിനൊക്കെ നമുക്ക് ശരിക്കും അവിടെ എന്താ അമ്മ അടിപൊളി? ഏറ്റവും മമ്മിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നു അങ്ങനെ ഇപ്പൊ എല്ലാരും പട്ടായക്ക് പോവാന്ന് പറയുന്നത് ഭയങ്കര ഒരു പട്ടായ എന്ന് പറയുമ്പോൾ നെറ്റ് ഇങ്ങനെ ചുളിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെന്നേ അവിടെ. ചുമ്മാ കാണാത്ത ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. അവിടെ കാണാത്ത മനുഷ്യരിലിരുന്നോണ്ട് ഈ അഭിപ്രായം പറയണേ. അവിടെ തന്നെ നല്ല ഒരു കുഴപ്പമില്ല, കാണാൻ കാഴ്ചകളൊക്കെ ഉണ്ട്. അതെ, മമ്മി ഒന്നും കണ്ടിട്ടില്ല. ഇവര് നിങ്ങൾ എത്ര പേരാ അമ്മ പോയ? 5 പേരല്ലേ? 5 പേരുണ്ടായിരുന്നു. 5 പേരും അത്യാവശ്യം മച്ചോടായിട്ടുള്ള ആളുകളാണ് അല്ലേ? നല്ലത് മാത്രമേ കണ്ടുള്ളവര്. ഓക്കെ. പിന്നെ വൈകുന്നേരം ബീച്ചിലൊക്കെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത്ര ഗവനിച്ചില്ല അല്ലേ? മമ്മി ഞങ്ങള് ജെനീനെ മമ്മീനെ ഏൽപ്പിച്ചിട്ടൊന്ന് കറങ്ങാൻ പോവാ. പോയിട്ട് വേഗം വന്നേക്കണം, പണ്ടത്തെ പോലെ അല്ല കൊച്ചുകരയൂടെ. അതെ, മമ്മി ഇപ്പൊ ഒരു 5 മിനിറ്റ് കൂടുമ്പോ പുറത്തു പോയി കഴിഞ്ഞാ എനിക്ക് എവിടെയാ വീട്ടിൽ വരാറായില്ലേന്ന്. ഇനിയിപ്പൊ അമ്മയൊക്കെ ആകുമ്പോ അങ്ങനെയല്ലേ മീ? പിന്നല്ലാതെ
അൺവാണ്ടഡ്ലി ഒരു സ്ട്രിക്ട്നെസ് നമ്മുടെ തലയിൽ ഇങ്ങനെ കൊണ്ടുവരുവാണോ എന്ന് എനിക്ക് ഡൗട്ട്. പിന്നല്ലാതെ പണ്ടെന്ന് പറഞ്ഞാൽ തോന്നുമ്പോ പോയി തോന്നുമ്പോ വരുവായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഒരാളുണ്ട് ഇവിടെ നോക്കിയിരിക്കാൻ, അവൾക്ക് വിശക്കുന്നതിനും എല്ലാം കൊടുക്കണം. ഞാൻ അവൾക്ക് ആവശ്യത്തിന് വയറ് നിറച്ച് കൊടുത്തിട്ട് ഉടങ്ങി മമ്മി എന്നെ 2 മണിക്കൂറത്തേക്ക് വിളിച്ചേക്കരുത്. അയ്യ, അവള് 1 മുള്ളി കഴിയുമ്പോഴത്തേനും അതെല്ലാം പോകും. ആണോ? എന്നാ പോട്ടെ, പോയിട്ട് വാ. ശരി.